വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. സ്കൂൾ പ്രവേശനോത്സവം സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. എല്ലാ സ്കൂളുകളിലും പ്രാദേശികാടിസ്ഥാനത്തിലും പ്രവേശനോത്സവങ്ങൾ നടക്കും. വിവരങ്ങളുമായി എം മനോജും അഖിൽ പാലോട്ടും മഠവും ആനന്ദ് പുതൂരും ചേരുന്നുണ്ട്. ആദ്യം ആനന്ദിലേക്കാണ്. ആനന്ദ്, നേരത്തെ നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഫലം, എക്സിറ്റ് പോൾ ഫലസൂചനകൾ, അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ നടത്തിയില്ല. ഇനിയിപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന കാര്യം കൂടി, കാരണം മലയാളിക്ക് രണ്ട് തിരക്കുകളാണ്. പ്രവൃത്തി ദിവസമാണ് വോട്ടിന് വരുന്നത്, മാത്രമല്ല കുട്ടികൾക്ക് ഇന്ന് സ്കൂളും തുറക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? അതുമായി ബന്ധപ്പെട്ട് അവിടെ നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇന്ന് സംസ്ഥാനത്തിലെ കുരുന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യാക്ഷരം കുറിക്കുന്ന, അതായത് 1-ാം ക്ലാസ്സിലേക്കും LKG-യിലേക്കും UKG-യിലേക്കുമായി എത്തുന്ന ഒരു ദിവസമാണ്. എല്ലാ കുടുംബങ്ങളിലെ അമ്മമാരും അച്ഛന്മാരും കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. കോഴിക്കോട് ജില്ലയും അത്തരത്തിൽ കുട്ടികളെ വരവേൽക്കാൻ വേണ്ടി പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. 9:30 ചെറുവണ്ണൂർ GVHS സ്കൂളിലേക്ക് മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഔദ്യോഗികമായി ഇത്തരത്തിൽ ജില്ലയിലെ പ്രവേശനോത്സവ പരിപാടികളുടെ ഉദ്ഘാടനം കുറിക്കുന്നത്. എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5 ലക്ഷം കുട്ടികളാണ് ഇത്തവണ ജില്ലയിൽ സ്കൂളിലേക്ക് എത്തുന്നത്. ഏകദേശം 40,000-ഓളം കുട്ടികൾ ആദ്യമായി സ്കൂളിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഈ പാഠപുസ്തക വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഈ യൂണിഫോം വിതരണത്തിൽ ഒരു ചെറിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായും ഈ യൂണിഫോം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപവും പൊതുവെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കുട്ടികളെല്ലാം വളരെ ആവേശത്തിലാണ്, മാതാപിതാക്കളെല്ലാം വളരെ സന്തോഷത്തിൽ തന്നെയാണ്. അത്തരത്തിൽ 9:00 കൂടി തന്നെ ഔദ്യോഗികമായിട്ടുള്ള പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം ചെറുവണ്ണൂർ സ്കൂളിൽ നടക്കുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ മറ്റെല്ലാ സ്കൂളുകളിലും അതേ സമയത്ത് തന്നെ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. തീർച്ചയായും വർണ്ണങ്ങളും ചായങ്ങളും ചിത്രങ്ങളും എല്ലാം വരച്ചുകൊണ്ട് തന്നെയാണ് ഓരോ സ്കൂളുകളും ഇത്തവണ ഈ കുരുന്നുകളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. അത് കുട്ടികളുടെ കഥകളും പാട്ടുകളും അടങ്ങുന്ന മത്സരങ്ങളെല്ലാം മുതിർന്ന കുട്ടികൾ തങ്ങളുടെ താഴെ വരുന്ന, പ്രത്യേകിച്ച് LKG 1-ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള വിപുലമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫറൂഖ് മേഖലയിൽ ഇത്തരത്തിൽ 100 കുട്ടികളെ അവരുടെ അമ്മമാർ നേരിട്ട് കൊണ്ടുവന്നു. അമ്മയ്ക്കൊരു ഉമ്മ എന്ന് പറയുന്ന ഒരു പരിപാടിയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തെ പ്രവേശനോത്സവം എന്തായാലും സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും 9:00 കൂടി തന്നെ ജില്ലയിലെ ഔദ്യോഗികമായിട്ടുള്ള പ്രവേശന ഉത്സവ പരിപാടികൾക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലയിൽ തുടക്കം കുറിക്കും. ലക്ഷ്മി, മനോജ്, എന്തായാലും മഴയൊക്കെ മാറി നിൽക്കുകയാണ് അല്ലേ തൽക്കാലത്തേക്ക്? അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. തീർച്ചയായും പ്രത്യേകിച്ച് മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം കനത്ത മഴ കഴിഞ്ഞ ഏകദേശം 1-2 ആഴ്ചയായി തുടർച്ചയായി പെയ്തിരുന്നു. പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിയിരുന്നു. നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് മലയോര മേഖലയെല്ലാം കൂടുതലുള്ള ഒരു പ്രദേശമാണ് മലബാർ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കകൾ പൊതുവെ ഉണ്ടായിരുന്നു. മാത്രമല്ല നഗരത്തിലെ വെള്ളക്കെട്ടുകൾ കാര്യമായി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ കഴിഞ്ഞ 2-3 ദിവസമായി അത്തരത്തിൽ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് പൊതുവെ ഒരു ആശ്വാസമുണ്ട്. മാത്രമല്ല ഈ പ്രത്യേകിച്ച് ഈ കുട്ടികൾ വളരെ ചെറിയ കുട്ടികളാണ്. അവർ അത്തരത്തിൽ ഈ മഴയുമായി ബന്ധപ്പെട്ട വെള്ളക്കെട്ടുകളും അത്തരത്തിൽ ഈ മറ്റ് പ്രശ്നങ്ങളും എല്ലാം പൊതുവെ ഈ ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ ബാധിക്കുമെന്നുള്ളൊരു ആശങ്ക മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. എന്തായാലും ഈ 2-3 ദിവസമായി മഴ അത്തരത്തിൽ മാറി നിൽക്കുന്നുണ്ട്. ഏകദേശം നഗരത്തിലെ വെള്ളക്കെട്ടുകളെല്ലാം ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സമാധാനം എന്തായാലും പൊതു ആളുകൾക്കും പ്രത്യേകിച്ച് കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഉണ്ട്. ആ ഒരു ആശ്വാസം തന്നെയാണ് പൊതുവെ ഉള്ളത്. ലക്ഷ്മി, യെസ്. ഇപ്പം മനോജ് കൂടി ചേരുന്നുണ്ട്. മനോജ്, എല്ലാ സ്കൂളുകളിലും പ്രാദേശികാടിസ്ഥാനത്തിൽ പ്രവേശനോത്സവങ്ങൾ നടക്കും എന്നുള്ളതാണല്ലോ. അവിടെ നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസ്ഥാനതല ഉത്സവം നടക്കുന്നത് എറണാകുളം എളമക്കര ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ 9:30 ഉദ്ഘാടനം നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ P രാജീവ് മന്ത്രി മുഖ്യാതിഥിയാകും. എന്തായാലും വലിയ തരത്തിൽ ഈ 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന നവാഗതരെ സ്വീകരിക്കാനും അതുപോലെ സ്കൂളിലേക്ക് എത്തുന്ന മറ്റ് വിദ്യാർത്ഥികളെയൊക്കെ സ്വീകരിക്കാനും വർണ്ണാഭമായിട്ടുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് ജില്ലാ തലത്തിലും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലും അടക്കം ഈ പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എറണാകുളത്തെ എളമക്കര സ്കൂളിലെത്തി ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിരുന്നു. അതൊക്കെ തന്നെയാണ് കൃത്യമായി 3 ലക്ഷത്തോളം നവാഗതരാണ് 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. ഇവരെ രാവിലെ 9 മണിയോടുകൂടി തന്നെ വി ശിവൻകുട്ടി സ്വീകരിക്കും. അതിനുശേഷം ഉദ്ഘാടനമായിരിക്കും. എന്തായാലും നിരവധി വിദ്യാർത്ഥികൾ ഇത്തവണ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. ഇവർക്ക് വേണ്ടി ഈ പ്രവേശനോത്സവത്തിൽ തന്നെ ദൃശ്യ
ദൃശ്യാവിഷ്കാരങ്ങളും സംഘടിപ്പിക്കും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും ജില്ലാതലത്തിലും അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിലുമൊക്കെ സംഘടിപ്പിക്കുന്ന ഈ പ്രവേശനോത്സവത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രമുഖരുമൊക്കെ പങ്കെടുക്കും. എന്തായാലും വലിയ തരത്തിലുള്ള ആഘോഷമാക്കി തന്നെയാണ് ഇപ്രാവശ്യത്തെ ഈ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. മഴയുടെ ആശങ്കയൊക്കെ ഒഴിഞ്ഞ സാഹചര്യത്തിലാണ്. മഴയുണ്ടെങ്കിലും തന്നെ വെള്ളക്കെട്ടുകൾക്കൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ് പല മേഖലയിലും. ആ ഒരു സാഹചര്യത്തിലാണ് ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് എത്തുന്നത്. അമ്മമാരുടെയും അതുപോലെ തന്നെ മാതാപിതാക്കളോടൊക്കെ കൈപിടിച്ച് കൊച്ചു കുരുന്നുകൾ ഇന്ന് 1ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവരെ ആഘോഷപൂർവ്വമുള്ള സ്വീകരണം ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് ഓരോ സ്കൂളുകളിലും സ്വീകരിക്കുന്നത്. അതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ഇടുക്കി ജില്ലയിലെ ജില്ലാതല ഉദ്ഘാടനം പ്രവേശനോദ്ഘാടനം നടക്കുന്നത് കുമളി ഹയർ സെക്കൻഡറി ട്രൈബൽ സ്കൂളിലാണ്. ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായാണ് വനവാസി സ്കൂളിൽ ഇത്തരത്തിലൊരു ജില്ലാതല പ്രവേശനോത്സവം നടക്കുന്നത്. ഈ പെരിയാർ വന്യജീവി സങ്കേത കേന്ദ്രത്തിനും വനാതിർത്തിക്കും അടുത്തുള്ള പ്രദേശമാണിത്. ഇവിടെയാണ് 7 ദിവസമായി ഈ പ്രവേശനോത്സവത്തിൻ്റെ പ്രവർത്തനങ്ങളിലാണ് അവിടെയുള്ള അധ്യാപകരൊക്കെ തന്നെയും. അതോടൊപ്പം തന്നെ മറ്റ് ക്ലാസ്സുകളും ഇവർക്ക് വേണ്ടി മാനേജ്മെൻറ്റ് കൃത്യമായി നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് വളരെ ശ്രദ്ധിക്കപ്പെടുന്നത്. കാരണം വനവാസി മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർക്ക് അവരുടെ സ്കൂളിൽ തന്നെ ജില്ലാതല ഉദ്ഘാടനം ഈ പ്രവേശനോത്സവം ആഘോഷകരമാക്കി നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് എറണാകുളത്ത് നടക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം ഇന്ന് എറണാകുളത്തുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ വിദ്യാർത്ഥികളുമായി ഈ മാതാപിതാക്കളെ സ്കൂളിലേക്ക് എത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും 9:30യോടുകൂടി ഈ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. അതോടൊപ്പം ജില്ലാതല ഉദ്ഘാടനങ്ങൾ എല്ലാ ജില്ലയിലും നടക്കും. അതിൻ്റെയൊക്കെ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ ഈ നവാഗതരെ സ്വീകരിക്കുവാനുള്ള ഓരോ തയ്യാറെടുപ്പുകളിലുമാണ് ഈ അധികൃതരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുമൊക്കെ.